നമ്മൾ വെളിയിൽ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോഴേ ഉള്ളൂ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു വെൽത്ത് മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു എമർജൻസിക്ക് വൈകുന്നേരം ഒരു കാഷ്വാലിറ്റി പോയാൽ പിറ്റേ ദിവസം രാവിലെ വരെ ഡോക്ടറിനെ കാണാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ അരമണിക്കൂർ മതി. അവൈലബിൾ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണല്ലോ ഇപ്പോൾ കുറേ കാലമായിട്ട്. അവിടെ നിന്ന് ഭാരതത്തെ നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനത്തെ എങ്ങനെ കാണുന്നത്? ഞാൻ എവിടെ ചെന്നാലും ഐ എം ഫസ്റ്റ് ആൻ ഇന്ത്യൻ ആൻഡ് ഐ എം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. I'm more than happy and freely available for the Indian government and any council who needs help from me. അത് ഞാൻ ഇപ്പോഴും ഓഫർ ചെയ്യുക. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മാലിന്യ പ്രശ്നം തന്നെയാണ്. ആസ് എ സ്ട്രാറ്റജിസ്റ്റ് നമുക്ക് ഈ ഒരു ഇഷ്യൂ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു സ്ത്രീ ഈ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളിക്കാരി അങ്ങ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാര്യം. ഈ ബുക്കിൻ്റെ പവർ ഇത്രമാത്രമാണ് ഞാൻ അറിഞ്ഞത് ആ നിമിഷമാണ്. എൻ്റെ ലൈഫിനെ ടച്ച് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് ആ ലേഡി വന്ന് പറയുന്നതാണ്. 22 kilos കുറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ്ങിൻ്റെ ഭാഗമാവില്ല. ഐ എം പാഷനേറ്റ് അബൌട്ട് ഫുഡ്. സ്ട്രാറ്റജിസ്റ്റും കോർപ്പറേറ്റ് പ്ലാനറും എഴുത്തുകാരിയും ഒക്കെയായ സ്നേഹ സാബുവുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. താങ്ക് യു. സ്നേഹയുടെ സ്റ്റേ സേഫ് വിത്ത് റൂബി ആൻഡ് റൂബൻ, പിന്നെ മൈ ലോസ്റ്റ് പേജസ് അല്ലേ, അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ കിട്ടി ഈ രണ്ട് പുസ്തകത്തിനും. സ്റ്റേ സേഫ് വിത്ത് റൂബി ആൻഡ് റൂബൻ എൻ്റെ ഹാർട്ടിലേക്ക് ഇച്ചിരി കൂടെ ക്ലോസർ ആകാൻ തുടങ്ങി. അത് ഇച്ചിരി പേഴ്സണൽ കണക്ഷൻ തോന്നി തുടങ്ങി. കാരണം ഇത് വെറും ഒരു ബുക്കല്ല, ഇത് മനുഷ്യരുടെ ലൈഫെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇതിന് ഒരു എക്സൈറ്റിംഗ് ഒരു അഡ്വഞ്ചർ ഈയിടെ അതിനുണ്ടായി. US നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും 2 സ്പോൺസേഴ്സ് ഈ ബുക്ക് നോർത്ത് ഈസ്റ്റില് കരിക്കുലത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി സഹായിച്ചു. അപ്പൊ നോർത്ത് ഈസ്റ്റിൽ നമുക്ക് ചൈൽഡ് സെക്ഷൽ അബ്യൂസിന്റെ പെർസെൻറ്റേജ് കൂടുതലാണ്. അതുകൊണ്ട് 26 സ്കൂൾസ് 10,000 കോപ്പീസ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവൈലബിൾ ആക്കി. അപ്പോൾ എനിക്ക് ഈ വീഡിയോ വരുന്നുണ്ട്, പിള്ളേര് ക്ലാസ്സിലിരുന്ന് ഈ ബുക്ക് പഠിക്കുകയും ഇതിനെക്കുറിച്ച് അവര് ഫുൾ ക്ലാസ്സിൽ ഈ ബുക്കൊക്കെ പിടിച്ചിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം കരിക്കുലത്തിന്റെ ഭാഗമാവുന്ന. ബട്ട് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു ഇൻസിഡന്റ്, അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു സെഷൻ നടക്കുക. അപ്പോൾ പല പല ആൾക്കാരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തു ഈ ജേർണിയുടെ പ്രോസസ്സ്. അപ്പം നോർത്ത് ഈസ്റ്റിലെ ഒരു സ്ത്രീ ഈ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളിക്കാരി അങ്ങ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അങ്ങ് കരഞ്ഞു. ഈ ബുക്കിന്റെ പവർ ഇത്രമാത്രമാണ് ഞാൻ അറിഞ്ഞത് ആ നിമിഷമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ട്രോമയിലൂടെ അവർ കടന്നുപോയി കാണും. ഒരു കുട്ടിയായിരുന്നപ്പം പുള്ളിക്കാരി ഒരു വിക്ടിമായിരുന്നു. ഈ ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അതുകൂടാതെ ആ വ്യക്തി ഇപ്പം ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ മാർക്കറ്റിൽ പോയാലും ഇവരുടെ ചെറിയ മാർക്കറ്റ് വില്ലേജസിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയാലല്ലേ ഈ ബുക്കിന്റെ കോപ്പി ആയിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. അവിടെ ചെന്ന് ഈ ബുക്കിനെ കുറിച്ച് സംസാരിക്കുകയും സ്വന്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് പുള്ളിക്കാരി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ബിക്കോസ് ഷീ വാസ് എ വിക്ടിം ആൻഡ് ദ പവർ ഓഫ് ദിസ് ബുക്ക് ആൻഡ് ദ റെലവൻസ് ഓഫ് ദിസ് ബുക്ക് ഈ വ്യക്തി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഡെപ്ത് എനിക്ക് പോലും എൻ്റെ നമുക്കറിയാം ഇതൊരു ഇഷ്യൂ ആണ്. പക്ഷേ when a victim comes forward and speak to you, അത് ലൈഫ് ചേഞ്ചിങ് ആണ്. എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? അതെ. അങ്ങനെ 10,000 കോപ്പീസ് ആ സ്കൂളിൽ ഇപ്പം 26 സ്കൂൾസ് നോർത്ത് ഈസ്റ്റിന്റെ കരിക്കുലത്തിന്റെ ഭാഗമാണ് സ്റ്റേ സേഫ് വിത്ത് റൂബി ആൻഡ് റൂബൻ. എനിക്ക് ഇതിൽ പരം ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. എന്താ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണ്. എൻ്റെ ലൈഫിനെ ടച്ച് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് ആ ലേഡി വന്ന് പറയുന്നതാണ്. കാരണം ആ ബുക്ക് അവരുടെ ലൈഫിൽ എന്ത് മാറ്റം വരുത്തിയെന്നും അവരുടെ ലൈഫിൽ ഈ സംഭവിക്കില്ലായിരുന്നു എന്നും ആൻഡ് ദ പാഷൻ ഷീ ഹാസ് ഫോർ ദ ബുക്ക്, അത് ലൈഫ് ചേഞ്ചിങ് ആണ്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. അതുകൊണ്ട് സ്റ്റേ സേഫ് വിത്ത് റൂബി ആൻഡ് റൂബൻ എനിക്ക് എന്നും സ്പെഷ്യലാണ്. വാട്ട് അബൌട്ട് മൈ ലോസ്റ്റ് പേജസ്? മൈ ലോസ്റ്റ് പേജസ് ഒരു പോയട്രി കളക്ഷനാണ്. അപ്പം ഞാൻ പോയംസ് ഒക്കെ എഴുതുമായിരുന്നു. അപ്പം വളരെ വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് പോയം എഴുതണമെന്നുണ്ടായിരുന്നു. ഞാനൊരു ഷേക്സ്പിയറോ ചോസറോ ഒന്നുമല്ല. അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പോയം എഴുതണം. ആ പോയത്തിനൊരു മെസ്സേജ് വേണം.
കൂടാതെ നമ്മളെല്ലാം പലപ്പോഴും പലതും ചിന്തിക്കാറുണ്ട്. നമ്മുടെ മനസ്സിൽ കുറെ താളങ്ങളോ പേജസോ ഉണ്ട്, നമ്മൾ വെളിയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ. ആ പറയാത്ത കാര്യങ്ങളല്ലേ, പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് മൈ ലോസ്റ്റ് പേജസ്. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബോഡി ഷേമിങ് ഫോർ എക്സാമ്പിൾ. ഞാൻ ഇതിലും ഭയങ്കര ഒബീസായിരുന്നു. ഇതിലും ഞാനൊരു 22 കിലോസ് കുറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം 22 കിലോസ് ഇതിലും കൂടുതലായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തുമാത്രം ഒബീസാന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഒബീസിറ്റി ഇസ് ജസ്റ്റ് വൺ ഫാക്ടർ. അതല്ലാതെ ഒരു വ്യക്തിനെ ബാധിക്കുന്ന പേഴ്സണൽ പല കാര്യങ്ങൾ കാണും. സമൂഹത്തിലെ ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിലും ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്നതായ കാര്യങ്ങൾ. ഈ ഫുഡ് എന്ന് പറഞ്ഞ ബോഡി ഷേമിങ്ങിന്റെ ഭാഗമാവില്ല. ഐ എം പാഷനേറ്റ് അബൌട്ട് ഫുഡ്, അതുകൊണ്ട് ഐ എം ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഈ ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളെല്ലാം ഡിഫറെൻ്റ് ആണ്. അതിനെക്കുറിച്ചൊരു പോയമുണ്ട്, മൈ ബിഗ് ഫാറ്റ് ബം എന്ന് പറഞ്ഞ് ഒരു പോയമുണ്ട്. പക്ഷെ ആ പോയം വായിച്ചിട്ട് ഒരു സീനിയർ സിറ്റിസൺ, വളരെ ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സീനിയർ സിറ്റിസൺ എന്നും ഇരുന്ന് വായിച്ചു ചിരിക്കുന്ന ഒരു അപ്പച്ചൻ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ അത് വളരെ തമാശയോട് കൂടിയും ഹ്യൂമറസ് ആയിട്ടും അതിന്റെ എല്ലാ റേഞ്ചിലും എഴുതിയിരിക്കുന്നതാണ് മൈ ലോസ്റ്റ് പേജസ്. ഇഷ്യൂസിനെ നമ്മൾ ഭയങ്കര ഓവർ സീരിയസ് ആക്കാതെ സട്ടിലായിട്ട് മെസ്സേജ് പറയുകയും എന്നാൽ സീരിയസ് എലമെന്റ്സും ഉണ്ട്. അതിന്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് മൈ ലോസ്റ്റ് പേജസ്. സോ അതിന് ഞാൻ വിചാരിക്കാത്തതിലും കൂടുതൽ ആക്സെപ്റ്റൻസ് ഈ നോർത്തിൽ നിന്നൊക്കെ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒത്തിരി പേര് ഈ ബുക്ക് വായിച്ചിട്ട്, കാരണം പോയട്രിയിലേക്ക് ഇറങ്ങാൻ, അത് പോയട്രി വായിക്കാൻ തന്നെ തുടങ്ങിയ ആൾക്കാരുണ്ട് ഈ ലോസ്റ്റ് പേജസ് വായിച്ചിട്ട്. അപ്പോൾ ഈയിടെ ഒരു ഫാമിലി ഗ്യാതറിങ്ങിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ വേറൊരു ഫ്രണ്ടിൻ്റെ മോനോട് ചോദിക്കുക, ബൈ ദ വേ ഹാവ് യു റെഡ് മൈ ലോസ്റ്റ് പേജസ്? ആ കുട്ടിക്ക് അറിയില്ല ഞാൻ എഴുതിയിരിക്കുന്നതെന്ന്. കാരണം അവരുടെ വീട്ടിലൊരു കോപ്പി ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ സർപ്രൈസിങ് ആൻഡ് കുട്ടികളുടെ ഇടയ്ക്ക് പോലും മൈ ലോസ്റ്റ് പേജസ് എത്തിയിട്ടുണ്ട്. ആൻഡ് അതിനൊരു ഹ്യൂമർ എലമെന്റും ഒരു സീരിയസ്നെസ് എല്ലാത്തിനും കൂടി ഒരു മിക്സ് ആണ് മൈ ലോസ്റ്റ് പേജസ്. നമ്മൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം. സോ ആ രീതിയിൽ മൈ ലോസ്റ്റ് പേജസിന് ഞാൻ വിചാരിക്കാത്തതിൽ കൂടുതൽ അംഗീകാരം കിട്ടി. സ്നേഹ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ PhD ചെയ്യുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലാണ് അല്ലേ? അതെ. ഇപ്പം ഈ എഴുത്ത് ഒരു ഭാഗത്ത്, യാത്രയുണ്ട്, ഈ സ്ട്രാറ്റജിസ്റ്റിൻ്റെ വലിയൊരു ദൗത്യമുണ്ട്, കോർപ്പറേറ്റ് പ്ലാനർ അല്ലേ, അതും വലിയ ടാസ്ക്കാണ്. അതിനിടയിൽ ഇപ്പോൾ PhD കൂടി ചെയ്യുന്നു. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. PhD ലോക്കലൈസേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻ ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഓസ്ട്രേലിയ എന്നൊരു കൺട്രി നല്ല ഡെവലപ്ഡ് ആണെങ്കിൽ പോലും ഈ SDGയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ സിഗ്നിഫിക്കൻ്റ് അല്ല. നമ്മൾ ഈ റിസർച്ച് കൂടെ എങ്ങനെ നമ്മൾ താമസിക്കുന്ന കൺട്രീനെ പ്രോഗ്രസ് കൂടുതൽ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓസ്ട്രേലിയയുടെ ടാർഗറ്റ് കൂടുതൽ അച്ചീവ് ചെയ്യാൻ സഹായിക്കാൻ പറ്റുമെന്ന്. അപ്പം ആ ഒരു ഏരിയയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പം അക്രോസ് എ കൺട്രി ഒരു 100 കൗൺസിലിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം കൗൺസിൽസ് എല്ലാം സോഷ്യൽ, എക്കണോമിക്, എൻവയറമെന്റൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ഈ കോമ്പിനേഷനിൽ നമ്മളിത് സ്റ്റഡി ചെയ്താലേ പറയാൻ പറ്റൂ എങ്ങനെ ഇച്ചിരി കൂടെ ആക്സിലറേറ്റ് ചെയ്ത് ഈ കൗൺസിൽസിന് കൺട്രിയുടെ പ്രോഗ്രസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണല്ലോ ഇപ്പോൾ കുറേ കാലമായിട്ട്. അവിടെ നിന്ന് ഭാരതത്തെ നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനത്തെ എങ്ങനെ കാണുന്നത്? നമുക്കിപ്പോൾ ഒരു ലോക ഗുരുവാണ് നമ്മൾ നയിക്കുന്നത്, നരേന്ദ്രമോദി അല്ലേ? അദ്ദേഹം റീസെൻ്റ്ലി ഓസ്ട്രേലിയയിൽ വരികയും ചെയ്തു അല്ലേ? എങ്ങനെയുണ്ട് ഭാരതത്തിൻ്റെ ഒരു കുതിപ്പ്? ഇപ്പോൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇരിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോകും. അതിന് ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു തോന്നുന്നു? ഒരു ഭാരതീയ എന്ന രീതിയിൽ, ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ അഭിമാനം തോന്നാറില്ലേ? ഞാൻ എവിടെ ചെന്നാലും ഐ എം ഫസ്റ്റ് ആൻ ഇന്ത്യൻ ആൻഡ് ഐ എം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഞാൻ അതുകൊണ്ട് തന്നെ തിരിച്ച് ഇന്ത്യയിൽ വരണമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ വൺ ഓഫ് ദ മോസ്റ്റ് എമേർജിങ് ഇക്കോണമീസിലൊന്നാണെന്ന്. ആൻഡ് ഐ ടേക്ക് സോ മച്ച് ഓഫ് പ്രൈഡ് ഇൻ സേയിങ് ദാറ്റ്. നമ്മളുടെ ഇനിഷ്യേറ്റീവ്സ്, ലൈക്ക് ഇതിപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയ ഇനിഷ്യേറ്റീവ്സ് അല്ല.
ഇപ്പം നമ്മളുടെ ബ്രെയിൻ ഇസ് ബീങ് എക്സ്പോർട്ടഡ് വേൾഡ് വൈഡ്. നമ്മൾ ഇക്കോണമി പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ബ്രെയിൻ മുതൽ സംസാരിക്കേണ്ടി വരും. ബിക്കോസ് ആ ബ്രെയിൻ ഇപ്പം നമ്മളുടെ ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നതിന് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ആണ് പലപ്പോഴും നമ്മുടെ സൊസൈറ്റി കാണുന്നത്. പക്ഷേ ഈ ബ്രെയിൻ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള economy and the wealth it brings back to the country is also a contribution to the economy. കാരണം എന്നെ പോലെയുള്ള ഒരാള് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിലപിക്കാറേ ഉള്ളൂ അല്ലേ? അതെ, വിലപിക്കാറേ ഉള്ളൂ. നമ്മുടെ പിന്നെ തലച്ചോറൊക്കെ പുറത്തോട്ട് പോവാണ്. ഇവിടുന്ന് പഠിച്ച ശേഷം പുറത്തേക്ക് പോകുന്നു. അത് കോൺട്രിബ്യൂഷൻ മൊത്തം മറ്റു രാജ്യങ്ങളിലാണ്. അതെ, അതൊരു വൺ ഡയമെൻഷണൽ കാഴ്ചപ്പാട് മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ ഐ ക്യാൻ സ്പീക്ക് ബോൾഡ്ലി അബൌട്ട് ഇറ്റ്. ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇന്ത്യയിലാണ്. ഓൾ മൈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ബാക്ക് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണെന്നതിൽ ഒരു തെറ്റുമില്ല. അതായത് ഗ്ലോബൽ എക്സ്പോഷർ നമ്മുടെ വളർച്ച കൂട്ടത്തേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പല പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് പഠിക്കാനും ആൾക്കാർ പലരും ഇങ്ങോട്ട് വരാറുണ്ട്. അതിന്റെ അർത്ഥം അവരുടെ എല്ലാം ബ്രെയിൻ അവർ സെൽ ഓഫ് ചെയ്ത് അവരുടെ കൺട്രിയിലേക്ക് അവർ തിരിച്ചു കൊണ്ടുപോകുന്നില്ലെന്നല്ല. അതൊരു വൺ ഡയമെൻഷണൽ മാത്രമാണ്. നമ്മൾ ഈ ഫ്രോഗ് ഇൻ ദ വെൽ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് ഇച്ചിരി കൂടെ വികസിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പം നമുക്ക് മനസ്സിലാവും ഈ എക്സ്പോഷർ എന്ന് പറയുന്ന സംഭവം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ നമ്മുടെ കൺട്രിയിൽ തന്നെയുണ്ട്. എൻ്റെ ഇക്കോണമി ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഇക്കോണമി ഇമ്പ്രൂവ് ആകുന്നു. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുന്നത്. ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് തന്നെ ഇപ്പം ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, കങ്ങഴ ചെറിയൊരു ഗ്രാമം. അവിടെ മെജോറിറ്റി ആൾക്കാരും പണ്ടൊക്കെ വീട്ടുജോലി ചെയ്തവരുടെ ഒക്കെ വീടുകളിൽ നിന്ന് എല്ലാവരും നേഴ്സായി വെളിയിൽ പോയിരിക്കുക. ഇന്നെല്ലാം അവർ 2 സ്റ്റോറി വീടുകളിൽ താമസിക്കുന്നു, വീട്ടുപണി ചെയ്യുന്നില്ല. അത് എക്കണോമിക് കോൺട്രിബ്യൂഷനാണ്. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തിരുന്നെങ്കിൽ അവരാരും ഇന്ന് ഈ നല്ല രീതിയിൽ ജീവിക്കത്തില്ല. സോ ഇക്കോണമി ബിഗിൻസ് അറ്റ് ഹോം. ഈ കൺട്രിയുടെ ഇക്കോണമി പറയുന്നതിന് മുമ്പേ നമ്മൾ വീട്ടിൽ വെച്ച ഇക്കോണമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. പിന്നെ അതിന് പല ഡയമെൻഷനുണ്ട്. ബിസിനസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെന്റ്. ആ ഒരു സ്കെയിലിൽ അത് വളർന്നു വരുമ്പോൾ അതാണ് ഒരു ഹോളിസ്റ്റിക് പാക്കേജ് ആയിട്ട് മാറുന്നത്. സോ യു ഹാവ് മൈക്രോ ഇക്കോണമി ആൻഡ് മാക്രോ ഇക്കോണമി. ആൻഡ് കൺട്രിയുടെ ഡെവലപ്മെന്റ് ഇസ് അമേസിങ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന രീതി, നമ്മുടെ ഓവറോൾ എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ ബിസിനസ് പ്രോസ്പെക്ട്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോസ്പെക്ട്സ് മാസീവ്. സോ വി റിയലി ഗോട്ട് ടു ബി പ്രൗഡ് ഓഫ് വാട്ട് ഇന്ത്യ ഇസ് നൗ ആൻഡ് വി ആർ കണ്ടിന്യൂയിങ് ടു ഗ്രോ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്പോട്ട് ടു ബി ഇൻ. ഈ ഇക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമല്ല, നമ്മൾ വെളിയിൽ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോഴേ ഉള്ളൂ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഒരു വെൽത്ത് മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. കാനഡയിൽ നമുക്ക് ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഉണ്ട്. പലയിടത്തും മെഡിക്കൽ സിസ്റ്റത്തിൽ ഞാനൊരു എമർജൻസിക്ക് വൈകുന്നേരം ഒരു കാഷ്വാലിറ്റി പോയാൽ പിറ്റേ ദിവസം രാവിലെ വരെ ഡോക്ടറിനെ കാണാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ അരമണിക്കൂർ മതി. അവൈലബിൾ ആണ് 24 hours. Our resources are available everywhere. മറ്റേത് ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. പിന്നെ നമ്മുടെ സ്ട്രെങ്സ് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കൺട്രി വിട്ടു പോയത് കൊണ്ട് നമുക്ക് തിരിച്ച് സെറ്റിൽ ചെയ്യാൻ റിട്ടയർമെന്റ് ഓപ്ഷൻസ് അമേസിങ്. നമ്മുടെ പല പല ബ്യൂട്ടിഫുൾ ആസ്പെക്ട്സ് നമ്മൾ ശരിക്കും മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. നമ്മൾ നമ്മളെ തന്നെ ആവശ്യത്തിന് മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ വെളിയിൽ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ ഭയങ്കര വോക്കൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവാണ്. ഒരു 20% മാറ്റർ അവർ 80% കമ്മ്യൂണിക്കേഷനിൽ കൂടെ ത്രൈവ് ചെയ്യും. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒത്തിരി സംസാരിക്കാൻ അറിയത്തില്ല, നമ്മളെ തന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചീവ്മെന്റ്സ് വളരെ ചുരുക്കമായിട്ടാണ് ലോകം മുഴുവൻ കാണുന്നത്. നമ്മുടെ പ്രശ്നങ്ങളാണ് ആൾക്കാർ കൂടുതൽ കാണുന്നത്, നമ്മുടെ പോവർട്ടിയാണ്. ബട്ട് ഇറ്റ്സ് ടൈം ടു സെൽ എ ഗുഡ് ന്യൂസ് സ്റ്റോറി ഓഫ് സക്സസ്. കാരണം നമ്മുടെ മെഡിക്കൽ സിസ്റ്റം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഇക്കോണമി, എവറി ആസ്പെക്ട് ഓഫ് വാട്ട് ഇന്ത്യ ഈസ്, എവറി ഇന്ത്യൻ ക്യാൻ ബി പ്രൗഡ് ഓഫ്. കാരണം വി ആർ എവർ എമേർജിങ്. നമുക്ക് ചാലഞ്ചസ് ഇല്ലെന്നല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏത് കൺട്രിക്കാണ് ചാലഞ്ചസ് ഇല്ലാത്തത്? എല്ലാ കൺട്രീസിനും ചാലഞ്ചസ് ഉണ്ട്. ബട്ട് അമിഡ്സ്റ്റ് ചാലഞ്ചസ് വി ആർ ത്രൈവിങ്. And that's the beauty of what India is. ഞാൻ റിട്ടയർ ചെയ്യാൻ എൻ്റെ പ്രിഫേർഡ് ഓപ്ഷൻ ഇന്ത്യ ആണ് എന്നും. I mean, I don't want to retire. കങ്ങഴ തന്നെയാണോ? അല്ല, കോട്ടയം എന്ന് പറയാം. കോട്ടയത്ത് തന്നെ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡിസയർ, എൻ്റെ ഡ്രീം. ബിക്കോസ് ദിസ് ഇസ് വെർ ഐ ബിലോങ് ആൻഡ് ഐ വാണ്ട് ടു കം ബാക്ക് ടു മൈ റൂട്ട്സ്. ഈ യാത്ര ചെയ്യുന്നതും പല രാജ്യത്ത് പോകുന്നതും ഒക്കെ ഒരു എക്സ്പോഷർ ട്രിപ്പ്. എക്സ്പോഷറിൽ നിന്ന് എനിക്ക് അറിവ് ലഭിക്കുന്നു, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ബട്ട് ഇവൻച്വലി ഐ വാണ്ട് ടു കം ബാക്ക് ടു മൈ റൂട്ട്സ്. ഞാൻ കങ്ങഴയിൽ വന്ന സമയത്ത് സ്നേഹയുടെ അമ്മയുടെ അമ്മ അല്ലേ, നല്ല ഒരു തറവാട് എല്ലാം വളരെ ട്രഡീഷണൽ സ്റ്റൈൽ. മാത്രമല്ല അന്നത്തെ ഭക്ഷണം
അമേസിങ് അല്ലേ? അപ്പോൾ നോക്കൂ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു സാധ്യത എല്ലാം സ്നേഹയും പ്രയോജനപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം പുറത്തുള്ളവർ എല്ലാം നമ്മുടെ ആ ഒരു യൂറോപ്യൻ ടൈപ്പ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പിസയെക്കുറിച്ചും ബർഗറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അല്ലേ, നമ്മുടെ ഏറ്റവും എന്താ പറയുക ഡിലീഷ്യസ് ആയിട്ടുള്ള, നമ്മുടെ വളരെ എത്തനിക്കായിട്ടുള്ള ഒരുപാട് ഭക്ഷണ ആഹാരങ്ങൾ ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ ഒരു പ്രൊമോഷൻ കൂടെ നടത്തുന്നുണ്ടല്ലേ? ഞാൻ ഓസ്ട്രേലിയയിൽ പോലും ഇംഗ്ലീഷ് മെഡിസിൻസ് അധികം ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. എനിക്കൊരു ശരാശരി മേലായിക വന്നാൽ കിച്ചണിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒറ്റമൂലികൾ ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്നും. എക്സ്പോഷർ ഉണ്ട്, വെസ്റ്റേൺ കൺട്രീസിൽ ജീവിച്ചിട്ടുണ്ട്. അതുകൂടെ ആഡ് ചെയ്യണം, ഒറ്റമൂലി വൈദ്യം കൂടി ഉണ്ടല്ലേ ഇതിന്റെ കൂട്ടത്തിലാ? അതല്ല, കുറച്ചൊക്കെ പഠിച്ച് കുറെ കൂടെയൊക്കെ പഠിക്കണമെന്നുണ്ട്. ഇന്നും ആയുർവേദത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ആയുർവേദം ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലുമാണ്. കഴിവതും ഇംഗ്ലീഷ് മെഡിസിൻസ് യൂസ് ചെയ്യാതിരിക്കും. കാരണം നമ്മുടെ മണ്ണിലുള്ളതും നമ്മുടെ ചെടികളിലുള്ളതും നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഒട്ടുമുക്കാലും എല്ലാ പ്രശ്നത്തിലുള്ള പരിഹാരം ഉണ്ട്. തീർച്ചയായും. കൂടാതെ നമ്മുടെ ക്വിസീനുള്ള സ്പൈസസ്, മാലിന്യമില്ലാത്ത സ്പൈസസ്, ഇപ്പൊ കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓർഗാനിക് ഫാമിങ്ങിൽ കൂടെ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളും സ്പൈസസിലും ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നെഗറ്റീവ് വശങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിൻ്റെ പോസിറ്റീവ് ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ റെഡിലി അവൈലബിൾ ആക്കുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം നമുക്കെല്ലാം പല ഡയലക്ട്സുകളുണ്ട്. നമ്മൾ ഒരു ഭക്ഷണം തന്നെ പല പേരുകളിൽ വിളിക്കപ്പെടും. അപ്പോൾ ഒരു പേരിട്ട് കൊടുത്താൽ ആ ഇമേജോടുകൂടി AI മോഡിൽ ഗൂഗിളിൽ സെർച്ച് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണെന്ന് തിരിച്ചറിയാനും, ഇപ്പം ഈയിടെ ഞാൻ പറയണ്ടായി പാപ്രിക്കയും മറ്റേ ചില്ലി ഒരു വിഭാഗത്തിൽ, ഒരു ചില്ലി വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പാപ്രിക്ക. നമ്മൾ പാപ്രിക്ക എന്ന് വെളിയിരുന്ന് കേൾക്കുമ്പം ഇത് എന്താ സംഭവം എന്ന് വിചാരിക്കും. ആക്ച്വലി ഒരു ചില്ലിയാണത്, ഒരു റെഡ് ചില്ലി. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാനൊക്കെ AI വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ട്രഡീഷൻ ആൻഡ് റൂട്ട്സ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എല്ലാത്തിലും നല്ലത് എക്സ്പോഷർ കിട്ടുന്നെങ്കിൽ പോലും നമ്മുടെ ട്രഡീഷൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. കുറേ ഇങ്ങനത്തെ ഈ ആയുർവേദവും ട്രഡീഷണൽ മെഡിസിൻസും എല്ലാം നമ്മുടെ അസറ്റ്സ് ആണ്. സോ ഇതെല്ലാം ഹോൾഡ് ഓൺ ചെയ്തിട്ട് അതിൽ കൂടുതൽ അറിവ് ഏത് ജനറേഷനും നേടാൻ വേണ്ടി AI മോഡലും AIയും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. എന്നെ പോലെയുള്ളവർക്ക് നോളജ് ട്രാൻസ്ഫർ, ഇപ്പം എല്ലാവരുടെയും വീടുകളിൽ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ ഒന്നും അല്ല കുട്ടികൾ. അപ്പൊ ഈ ബാലൻസ് പോലെ പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കാനോ ഒന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പം ടെക്നോളജി അത് അവൈലബിൾ ആക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. പക്ഷേ സ്വീകരിക്കാം. അതെ, ബ്ലൈൻഡ് ഫോൾഡഡ് ആതിരുന്നാൽ മതി. കാരണം ടെക്നോളജിക്കൽ എറർ ആൻഡ് AI എറർ, നമ്മൾ അതിനെക്കുറിച്ച് ഒരു ബോധം വേണം. ബട്ട് ദർ ആർ ബ്യൂട്ടിഫുൾ എലമെന്റ്സ് ടു ഇറ്റ്. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മാലിന്യ പ്രശ്നം തന്നെയാണ്. ഇപ്പം നോക്കൂ, തലസ്ഥാന നഗരത്തിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലത്ത് അറിയായിരിക്കും, അവിടെ ഒരു ചവർ സംസ്കരണ ഫാക്ടറി ഉണ്ടായിരുന്നു. അത് അടച്ചുപൂട്ടി. അതിനുശേഷം തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവിടെ നഗരത്തിൽ വസിക്കുന്ന നമുക്കൊന്നും അറിയില്ല. പലരും പറയുന്നു പിന്നെ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് അങ്ങ് പോകുന്നു എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തിനും അനിവാര്യമായിട്ട് വേണ്ടത്, അനിവാര്യതയാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, ഒരു കൃത്യമായിട്ട് മാലിന്യ സംസ്കരണം. ആ മാലിന്യ സംസ്കരണം കൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട്. പക്ഷെ കേരളത്തിന് അത് നടപ്പിലാക്കാനേ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ഇതുപോലുള്ളൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അത് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുന്നു, അത് അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ സ്ട്രാറ്റജിസ്റ്റ്, ആസ് എ പ്ലാനർ, നമുക്ക് ഈ ഒരു ഇഷ്യൂ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ മുനിസിപ്പാലിറ്റീസിലും പഞ്ചായത്തിലും എല്ലാം നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഞാനൊരു വെസ്റ്റേൺ കോൺസെപ്റ്റിൽ, അതായത് വെസ്റ്റേൺ വേൾഡിൽ ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു എക്സാമ്പിൾ പറയാം. കാരണം ഈ മാലിന്യം എന്ന് പറയുന്ന സംഭവം വേൾഡ് വൈഡ് അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എഫക്റ്റീവായിട്ട് എന്താണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്? ഒരു ശരാശരി പഞ്ചായത്തിൽ നിന്നാലും മുനിസിപ്പാലിറ്റിയിൽ പലതരത്തിലുള്ള ബിന്ന് ഓരോ വീടുകളിലും എത്തിക്കുന്നുണ്ട്. അത് ഗ്രീൻ വേസ്റ്റ് എന്ന് പറഞ്ഞ് ഗ്രീൻ
ഗാർബേജ് ബിന്ന്. ഓക്കെ. അതായത് ഗ്രീൻ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മരം വെട്ടിയാലോ, അതായത് മരത്തിന്റെ ബ്രാഞ്ചസ് വെട്ടിയാൽ അതിന്റെ വേസ്റ്റ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫുഡ് വേസ്റ്റ്, ഫോഗോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഫുഡ് വേസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ബിൻ. പിന്നെ റെഡ് വേസ്റ്റ്, അതായത് ഗാർബേജുകൾ. പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് മൂന്നായിട്ട് തിരിച്ച് തന്നെയാണ് ഒരു വേസ്റ്റ് കളക്ഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്. അപ്പം ഇതിന് ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷനാണ്. ഇപ്പം സിവിക് സെൻസ് വേണം അല്ലേ? സിവിക് സെൻസ്, എഡ്യൂക്കേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ്. ഇപ്പം നമ്മൾ ഒരു പ്രശ്നം മാത്രമേ പറയുന്നുള്ളൂ, ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ. ഇത് ഒരു വൺ ഓഫ് ഇങ്ങനെ ഒന്ന് ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു ഇന്റഗ്രേറ്റഡ് ഇഷ്യൂ ആണ്. നമ്മൾ ഓരോ വീടുകളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിലാണ് വേസ്റ്റ് ആദ്യമേ തുടങ്ങുന്നത്. ആ വീട്ടിലെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ വീടിനൊരു അപ്രൂവൽ കിട്ടുക, അതായത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അപ്പാർട്ട്മെന്റ്സിലോ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ആ ബിൽഡിങ്ങിന് ഇല്ലെങ്കിൽ അപ്രൂവൽ കൊടുക്കുന്നത് എന്തിന്? അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അല്ല, എല്ലാ അപ്പാർട്ട്മെന്റിലും ഇതൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഫങ്ഷനാലിറ്റിയാണ് ഇഷ്യൂ. ഫങ്ഷനാലിറ്റി ഈസ് ഇഷ്യൂ. അതാരും മോണിറ്റർ ചെയ്യുന്നില്ല. കൂടാതെ ഈ ബിന്നുകളും കാര്യങ്ങളും ഒന്നും വരുന്നുമില്ല. പലയിടങ്ങളിലും ഈ സിസ്റ്റത്തിന്റെ ഡിസ്ഫങ്ഷനാലിറ്റി ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ പീപ്പിളിന്റെ ഓണർഷിപ്പ് ആൻഡ് ലാക്ക് ഓഫ് അവയർനെസ്. അൺലെസ് ആൻഡ് അണ്ടിൽ ഇന്റൻഷനലി ഏതെങ്കിലും അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ഇത് ഈ അല്ലെ അസോസിയേഷൻ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഉള്ളൂ ഫങ്ഷനാലിറ്റി ഉണ്ടാകുന്നു. അപ്പം ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് തുടങ്ങിയ പലയിടങ്ങളിലും മാസീവ് ഫൈൻസ് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യമേ ഒരു എഡ്യൂക്കേഷണൽ ക്യാമ്പയിൻ, അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലായിടത്തും, അതായത് പലതരത്തിലുള്ള ഇത്. അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിക്കും ഇങ്ങനെയുള്ളതിനുള്ള ഫണ്ടിങ് അവൈലബിലിറ്റി, ഇത് നടപ്പിലാക്കാനുള്ള ഡെഡിക്കേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഫണ്ട്സ്, ആ ഫണ്ട്സ് അതിനുവേണ്ടി തന്നെ ഉറപ്പാക്കുന്നു. അതെങ്ങനെ ഉറപ്പാക്കുന്നു എന്നുള്ള റെഗുലേറ്ററി ചെക്ക്. പിന്നെ ആ വേസ്റ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ്. ഇപ്പം ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ചെടികൾ വളർത്തുന്ന നല്ല ഓർഗാനിക് ഫാമിംഗ് ഉള്ളവർക്ക് അവിടെ തന്നെ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ്. ഇപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴത്തേക്കിനെ ഞാൻ ചെയ്ത കങ്ങളുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ കമ്പോസ്റ്റിങ്. ഇപ്രാവശ്യം ഗസ്റ്റിനെ ആരെ വിളിച്ചിട്ടുണ്ടോ, ഫുഡ് ലെഫ്റ്റ് ഓവർ വന്നിട്ടുണ്ടോ, നമ്മൾ കമ്പോസ്റ്റിംഗ് തുടങ്ങി. അല്ല, പറമ്പുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഇതുപോലെ ഈ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവരാണ് urban area. അപ്പോൾ ഗ്രീനിങ് ഓഫ് ഗ്രീനിങ് ഓഫ് urban ഏരിയ, അതായത് urban റൂഫ് ടോപ്പ്. അതായത് ഇപ്പം ഞാൻ ഒത്തിരി കൺട്രീസ് കാണുന്നുണ്ട്, ഷാങ്കായ്, ചൈന, ഈവൻ ഓസ്ട്രേലിയ പോലും ഷോപ്പിംഗ് മാളിൽ പോലും ഗ്രീൻ സ്പേസസ് കൂടുക. അപ്പം ഗ്രീൻ സ്പേസസിന് അവിടെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടെങ്കിൽ ഫാമിംഗ് ഇസ് പോസിബിൾ ഇൻ ഗ്രീൻ ഏരിയ. അപ്പം ഈ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് അപ്രോച്ചാണ്. അപ്പൊ DA അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അസസ്മെന്റ് നടക്കുമ്പം തന്നെ എങ്ങനെയാണ് ഗ്രീൻ സ്പേസസ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഗ്രീൻ സ്പേസസ് ഉണ്ടെങ്കിൽ നമുക്ക് ബൈ ഡീഫോൾട്ട് വളം വേണം. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഓർഗാനിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ അത് 1% ഓഫ് ദ പ്രോബ്ലം അഡ്രസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു അഗ്രികൾച്ചറൽ ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മുടെ സപ്ലൈ എവിടെ നിന്നാണ് വരുന്നത്? വി ഹാവ് ലോട്ട് ഓഫ് ലാൻഡ്, ബട്ട് വി ആർ നോട്ട് യൂസിങ് ഇറ്റ്. അപ്പം അതാ പറഞ്ഞ ഇതൊരു ഇന്റഗ്രേറ്റഡ് പ്രോബ്ലം. അല്ല, ഇതിലൊക്കെ പ്രത്യേകിച്ച് അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യന്റ് ആകുമെന്ന് പറയും. പക്ഷെ ഇപ്പോഴും സെൽഫ് സഫിഷ്യന്റ് ആകുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കർണാടകത്തെയും തമിഴ്നാട്ടിലൊക്കെയാണ്. അപ്പം നമുക്ക് ഉള്ള ലാൻഡ് യൂട്ടിലൈസേഷന്റെ ഭാഗമായിട്ട് എക്സിസ്റ്റിംഗ് ഫുഡ് വേസ്റ്റ് ആൻഡ് അതർ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് കമ്പോസ്റ്റ് ആയിട്ട്, മെനൂർ ആയിട്ട് കൺവേർഷൻ ആയിട്ടുള്ളതാണ് വൺ ഡയമെൻഷൻ. കാരണം നമ്മുടെ ഫുഡ് വേസ്റ്റ് ആണ് ഒരു ബിഗ് പെർസെൻറ്റേജ് ഓഫ് ദ പ്രോബ്ലം മിക്ക കൺട്രീസിലും. പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് ആൻഡ് റീസൈക്കിൾ. വെസ്റ്റേൺ കൺട്രി പലപ്പോഴും ചെയ്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും റീസൈക്കിൾ പ്ലാസ്റ്റിക് അയച്ചിട്ട് അവരുടെ GHG എമിഷൻസ് കുറയ്ക്കുക ചെയ്തത്. ബട്ട് അതിൻ്റെ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇപ്പം മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഇവരുടെ പോയിന്റ്സ് റിവേഴ്സ് ആയി. കാരണം ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും അയച്ചു കഴിയുമ്പം നമ്മുടെ എമിഷൻസ് ആണ് കൂട്ടുന്നത്. നമ്മുടെ എമിഷൻസ് കൂടി വൈ ഷുഡ് വി സഫർ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ വേസ്റ്റ് ഫ്രം അനദർ കൺട്രി? അത് നമ്മൾ എന്തുകൊണ്ടാണ് റിസീവ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് വല്ലവരുടെ വേസ്റ്റും കൂടെ ഡിസ്പോസ് ചെയ്യുന്നത്? അപ്പം നമ്മുടെ വേസ്റ്റ് എങ്ങനെ എഫക്റ്റീവ്ലി ആ സിസ്റ്റം ഇൻകോപ്പറേറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം? വൈ ഡു വി ഹാവ് ടു ഇമ്പോർട്ട് റീസൈക്കിൾ പ്ലാസ്റ്റിക്? വൈ കാൻ വി ടേക്ക് കെയർ ഓഫ് അവർ ഓൺ പ്ലാസ്റ്റിക് ആൻഡ് റീസൈക്കിൾ ഇറ്റ്? അപ്പം നമ്മുടെ പ്ലാന്റ് യൂണിറ്റ് നമ്മുടെ കൺട്രിക്ക്, കാരണം നമ്മുടെ കൺസംഷൻ, നമ്മുടെ കൺസ്യൂമറിസം ഹ്യൂജ് ആണ്, അതിന്റെ മാർക്കറ്റും ഹ്യൂജ് ആണ്. അപ്പൊ റീസൈക്കിൾ ഇസ് അനദർ ഓപ്ഷൻ. ഫുഡ് വേസ്റ്റ് ഇസ് വൺ, റീസൈക്കിൾ ഇസ് സെക്കൻഡ്. അത് കൺട്രിക്ക് തന്നെ ആവശ്യമുള്ള, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാതെ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഷുഡ് ബി സെൽഫ് സഫിഷ്യന്റ് ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ്. അപ്പൊ ഡിമാൻഡ് നമ്മുടെ മാർക്കറ്റിനുള്ള സപ്ലൈ നമ്മൾ കൊടുത്താൽ റീസൈക്കിൾഡ്
വേസ്റ്റിനുള്ള മാർക്കറ്റ് നമുക്കായി. ചെറിയ തോതിൽ അവിടെ റാൻഡമായിട്ട് അവിടെ എവിടെയും തുടങ്ങുള്ളൂ. നമ്മുടെ മെയിൻ പ്രശ്നം വി ഡോണ്ട് ഹാവ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചസ്, വി ഡോണ്ട് ഹാവ് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ. കാരണം എൻവയൺമെൻറ്റിൽ കാണുന്ന ഇന്ന് വേസ്റ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്ത് അങ്ങനെയല്ല, ഈ ഫുൾ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് ഏർബൻ പ്ലാനിങ്ങോട് കൂടി വേണം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കാണാൻ. വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റാൻഡ് അലോൺ ഇഷ്യൂ അല്ല, സോഷ്യൽ ഇഷ്യൂ ആണ്, എൻവയൺമെൻറ്റൽ ഇഷ്യൂ ആണ്, ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ പുതിയ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ അപ്രൂവൽ കൊടുക്കുമ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അതിൻ്റെ ഫംഗ്ഷനാലിറ്റിക്കുള്ള റെഗുലേഷനും ചെക്ക് ആൻഡ് ബാലൻസും പോളിസീസും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഫെയിൽ ചെയ്യുവാണ് സ്ട്രേറ്റ് അവേ. സോ എൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു പ്ലാനിങ് ഇസ് ദി ഓൺലി പോളിസി ലെവലിൽ. പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫംഗ്ഷനാലിറ്റിക്ക് റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ചെക്സ് ആൻഡ് ദെൻ ഫണ്ടിങ് ആൻഡ് ദെൻ ഇസ് ദി അവെയർനെസ്. ഈ 4 ഡയമെൻഷനും കൂടി ഒരുമിച്ച് വന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് ഒരു പരിധി വരെ നമുക്ക് ഒരു സൊല്യൂഷൻ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നോയ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഇന്ന് സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്റഗ്രേറ്റഡ് പ്രോബ്ലം സോൾവിങ് ഇസ് ദി ഓൺലി വേ ഔട്ട്. ഓക്കെ, എന്തായാലും കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. വാട്ട് യു ആർ ഗോണ കോൺട്രിബ്യൂട്ട് ടു കേരള? ഞാനൊരു കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. നോക്കൂ, നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഇപ്പോഴും നമ്മൾ അങ്ങോട്ടങ്ങ് വികസിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നില്ല എന്നൊരു ഫോൾസ് കമ്മിറ്റ്മെൻറ്റോ ഒരു പ്രീ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഇപ്പം ചിന്തിച്ചിട്ടില്ല. ബട്ട് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു, മൈ വർക്ക് ബിഗിൻസ് അറ്റ് ഹോം. എനിക്ക് ഓർഗാനിക് ഫാമിംഗ് വേണം. എൻ്റെ വീട്ടിലെ ആവശ്യത്തിനുള്ള പ്രൊഡ്യൂസ് ഷുഡ് ഹാപ്പൻ അറ്റ് ഹോം. വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഡെഫിനറ്റ്ലി കമ്പോസ്റ്റിംഗ്. ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ചേഞ്ച് ബിഗിൻസ് അറ്റ് ഹോം. സോ എൻ്റെ ഫസ്റ്റ് 2 to 3 years എനിക്ക് ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ്. എന്താണ് എഫക്റ്റീവ്, ഞാൻ വീട്ടിൽ വെച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. എഫക്റ്റീവ്നെസ് ബേസ് ചെയ്ത് സ്കെയിലിംഗ്, നോളജ് ഷെയറിംഗ് ഇസ് പോസിബിൾ. ബട്ട് ഐ വോണ്ട് ടു സീ ഇറ്റ് ആസ് എ ലൈക്ക് സ്റ്റാർട്ട് സ്മോൾ. വലിയ വലിയ വാഗ്ദാനങ്ങളും വലിയ വലിയ പോളിസിയും ചേഞ്ചസും ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ പോകുന്നതിലും എന്നെ കൊണ്ട് പറ്റുന്ന ബേബി സ്റ്റെപ്സ്, സ്മോൾ സ്റ്റെപ്സ് ഞാൻ വീട്ടിൽ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിൽ ഫീസിബിൾ ആയിട്ടുള്ളത് സ്കെയിൽ ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ ആൻഡ് നോളജ് ഷെയറിങ്, ദാറ്റ്സ് സംതിങ് ഐ എം മോർ ദാൻ ഹാപ്പി ടു ഡു. പിന്നെ NGOസിന് വേണ്ടി, ഗവൺമെന്റിന് വേണ്ടി ഞാനൊരു സ്ട്രാറ്റജിസ്റ്റാണ്. I'm more than happy and freely available for the Indian government. And any council who needs help from me. അത് ഞാൻ ഇപ്പോഴും ഓഫർ ചെയ്യുക. ഞാൻ ഇപ്പം ലൈവായിട്ട് ഞാൻ ഓഫർ ചെയ്യുവാണ്. ലൈക്ക് any municipality needs help from me as a strategist, contact me. I'm more than happy for a free service for the Indian government and also for any NGO and municipality to offer free service. ഞാൻ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന അത്രയും കാലം എനിക്ക് വെർച്വലി സപ്പോർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാൻ സാറ്റർഡേ സൺഡേ അവൈലബിൾ ആണ്. ഫ്രൈഡേ ഒരു ഇമെയിൽ വന്നാൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എൻ്റെ രീതിയിൽ എൻ്റെ കൺട്രിയിലെ ഏതൊരു യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യാനും ഐ എം മോർ ദാൻ ഹാപ്പി ടു ഡു ദാറ്റ് ടു ഫ്രീ ഓഫ് കോസ്റ്റ്. അത് NGOസിന് ഗൈഡൻസ് വേണോ, ഐ എം ഹാപ്പി. ഗവൺമെൻറ്, ഐ എം മോർ ദാൻ ഹാപ്പി. സോ ഐ തിങ്ക് ബ്രെയിൻ ഇസ് വാട്ട് ഐ ക്യാൻ ഓഫർ, എക്സ്പീരിയൻസ് ഇസ് വാട്ട് ഐ ക്യാൻ ഓഫർ. പിന്നെ റിയാലിറ്റിയിൽ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് ഒരു വൺ സൈസ് ഫിറ്റ് ഓൾ അല്ല ഒന്നും. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അതായത് ഒരു NGOയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കി, ഞാൻ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് വേണം സൊല്യൂഷൻ കണ്ടെത്താൻ. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ ഫോൾസ് കമ്മിറ്റ്മെന്റ് ഓഫ് ഐ ഡു ABCDE. എന്താണ് പ്രോബ്ലം എന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ശരിയായിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ ഐ എം മോർ ദാൻ ഹാപ്പി ടു കൊളാബറേറ്റ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. കാരണം എൻ്റെ ഒരു ഇൻറ്റേണി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ വളർന്ന്, മാത്രമല്ല ആ ഒരു സാന്നിധ്യം എല്ലാ മേഖലകളിൽ അറിയിക്കുന്നുണ്ടല്ലോ, വലിയ സന്തോഷം ഉണ്ട്. എന്തായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്നേഹയെ നേരിട്ട് കാണാൻ പറ്റുന്നത്. ഇനിയും സ്നേഹ പ്രവർത്തിക്കുന്ന മേഖലകളിൽ സ്നേഹയുടെ ആ ഒരു സാന്നിധ്യം, ആ മുദ്ര അവിടെ അടയാളപ്പെടുത്താൻ സാധിക്കും. കൂടുതൽ ഉയരങ്ങളിലേക്ക് നീങ്ങട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഒത്തിരി സന്തോഷം. ഫോർ ഓൾ ദ വ്യൂവേഴ്സ് ഓഫ് ജനം TV also, thank you for watching me today. Okay, thank you very much. Thank you.